ക്കെതിരെ പോരാടിയവരാണ്. And you have always lived in harmony. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാ കാലത്തും സാഹോദര്യത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചിട്ടുള്ളത്. No matter which religion you have belonged to, you have lived as brothers and sisters. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, വയനാട്ടിലുള്ള ജനങ്ങൾ നിങ്ങൾ സഹോദരന്മാരെ പോലെയാണ് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്. And these are the teachings of all our religious leaders, whether it was Sri Narayan Guruji, whether it was our great earlier leaders before that, or our gurus. They have all taught that we should live in harmony, there should be equality, and everybody should move forward and progress together. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മതത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ നേതാക്കളുടെ സന്ദേശം. ഇതാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നേതാക്കളോ അതുപോലെയുള്ള മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടും ഐക്യത്തോടു കൂടി ഏത് മതത്തിൽപ്പെട്ടവരായാലും ജീവിക്കണം എന്ന സന്ദേശമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. These are the same values on which our freedom movement was led by Mahatma Gandhi ji. ഇതേ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെയും ഐക്യത്തിന്റെയും തുല്യതയുടെയും ഒക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചതും മുൻപോട്ട് കൊണ്ടുപോയതും. He was inspired to fight for the truth by the Bhagavad Gita. അദ്ദേഹത്തെ സത്യത്തിന് വേണ്ടി പോരാടാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ഭഗവത്ഗീതയാണ്. And by the Holy Quran. അതുപോലെ തന്നെ ഹോളി ഖുറാനിലെ മൂല്യങ്ങളും അദ്ദേഹത്തിന് പ്രചോദനം നൽകി. And he was deeply inspired by Lord Jesus' Sermon on the Mount. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ യേശുദേവന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടു. In fact, if somebody embodied what is written in the Bible in Corinthians 13, that whatever you do, unless you have love in your heart, it is of no value, it was Mahatma Gandhi. ബൈബിളിൽ കൊറിന്ത്യൻസ് 13 പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ അതിനൊരു മൂല്യമില്ല എന്ന് പറയുന്ന ആശയം ഏറ്റവും അധികം അർത്ഥവത്തായി ഉൾക്കൊണ്ടിട്ടുള്ളത് മഹാത്മാഗാന്ധി അല്ലാതെ മറ്റാരുമല്ല. And so when India became a free nation, it was those same values on which the Constitution of India was based. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടന രൂപവൽക്കരിക്കപ്പെട്ടത്. The values of love, equality, truth, justice, secularism, this was the basis of our nation. സത്യം, സ്നേഹം, തുല്യത, സമത്വം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ പടുത്തുയർത്തിയിട്ടുള്ളത്. And decades later today, our fight is for those values. ഇന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ദശാബ്ദങ്ങൾ കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മൾ നടത്തുന്ന പോരാട്ടം ഇതേ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. You, the people of Wayanad, have shown the country the way. നിങ്ങള് വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള വഴി. A massive campaign was unleashed against my brother to tarnish his reputation. Lots of money, lots of resources were poured into that campaign. എന്റെ സഹോദരന്റെ പ്രതിച്ഛായ, എന്റെ സഹോദരന്റെ സത്പേരില്ലാതാക്കാൻ വേണ്ടി ഒരുപാട് പൈസ ഉപയോഗിച്ച് ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്ത് വലിയൊരു പ്രചരണം തന്നെ നടക്കുകയുണ്ടായി. And there was a time when everybody was turning their back on him. ഒരു സമയമുണ്ടായിരുന്നു എന്റെ സഹോദരനോട് ഈ ലോകം മുഴുവൻ എതിർത്ത, ലോകം മുഴുവൻ പുറംതിരിഞ്ഞു നിന്ന ഒരു സമയമുണ്ടായിരുന്നു. And that is when all of you, each one of you who voted for him, who supported him, who loved him, who gave him courage and affection, stood for what is right. ഈ ലോകം മുഴുവൻ എന്റെ സഹോദരനോട് പുറംതിരിഞ്ഞു നിന്ന സമയത്താണ് വയനാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയത്. What everybody is seeing today, you saw then 5 years ago. ഇന്ന് എന്റെ സഹോദരനിൽ ഇന്ന് എല്ലാവരും കാണുന്നത് എന്താണോ അത് നിങ്ങൾ 5 വർഷം മുമ്പ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പറയുകയാണ്. Today the whole world recognizes that this one man is standing for the truth. He is fighting for the truth and he has the courage to keep fighting no matter what happens to him. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ് ഈ ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. എന്ത് സംഭവിച്ചാലും സത്യത്തിന് വേണ്ടി പോരാടാനുള്ള ധൈര്യവും കരുത്തും അദ്ദേഹത്തിനുണ്ടെന്ന് ഈ ലോകം മുഴുവൻ ഇന്ന് പറയുമ്പോൾ വയനാട്ടുകാർ നിങ്ങളത് 5 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞു. But my sisters and brothers of Wayanad, you recognized this man and you recognized his fight much before everybody else did.
എൻ്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരൻ്റെ ഈ മനുഷ്യൻ്റെ പോരാട്ടം, ഈ മനുഷ്യൻ എന്താണെന്നുള്ളത് ലോകം മുഴുവൻ തിരിച്ചറിയുന്നതിന് മുമ്പ് വയനാട്ടുകാരായി നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ പറയുകയാണ്. And you made a bond with him of love and trust and loyalty that is in his heart. നിങ്ങൾ അദ്ദേഹത്തോട് സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധം നിങ്ങൾ അദ്ദേഹത്തോട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ബന്ധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ഒരു ബന്ധമാണ്. He and all of us in his family are deeply, deeply grateful to you for what you did for him. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗവും വയനാട്ടുകാരായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ ചെയ്തത്, വയനാട്ടുകാരായി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണോ ചെയ്തത്, അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരോടും നിങ്ങളോട് എന്നെന്നും കടപ്പെട്ടിരിക്കുന്നവരായിരിക്കുമെന്ന് ഞാൻ പറയുകയാണ്. It is you who gave him the courage to walk 4,000 kilometers across India in the name of unity and peace. സമാധാനത്തിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ 4000 കിലോമീറ്റർ നടക്കാനുള്ള ധൈര്യം എന്റെ സഹോദരന് കൊടുത്തത് വയനാട്ടുകാരായ നിങ്ങളാണ്. I am his sister, so I can tell you how sad he was to leave you. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. അതുകൊണ്ട് എനിക്കറിയാം വയനാട്ടിലെ നിയോജക മണ്ഡലം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നപ്പോൾ, നിങ്ങളെ ഉപേക്ഷിച്ചു പോകേണ്ടി വരാൻ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയായ എനിക്കറിയാം. And for me, there is no greater example than what kind of relationship people and their leaders should have than the relationship between Rahul and you. രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉപരിയായി ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നതിന് എനിക്ക് മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. Because when politics becomes only about being powerful, only about staying in power by any means, whether it is dividing people, spreading hatred, spreading anger, creating situations like you have seen in Manipur and in other states, then the whole basis of politics becomes completely wrong. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏത് വിധേയം അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, അധികാരം നേടുന്നതിന് വേണ്ടി ജനങ്ങളെ വിഭജിച്ചുകൊണ്ട്, നിങ്ങൾ മണിപ്പൂരിൽ കാണുന്നത് പോലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റായി മാറുന്നു. When there is no respect for people, those very people who have put you in power, those very people who have put you in the position to be a minister or an MLA or an MP or a prime minister, when you lose respect for those very people, then you lose respect for the nation and for the country. നിങ്ങളെ മന്ത്രിയാക്കിയ, നിങ്ങളെ MLA ആക്കിയ, നിങ്ങളെ പ്രധാനമന്ത്രിയാക്കിയ ജനങ്ങളോട്, ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള ബഹുമാനം, നിങ്ങൾക്ക് അടിസ്ഥാന ബഹുമാനം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള അടിസ്ഥാനപരമായ ബഹുമാനമാണ് നഷ്ടപ്പെടുന്നത്. Today all of us standing on this stage in front of you know in our hearts that we can't stand here unless you support us. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അറിയാം, നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ ഈ വേദിയിൽ നിന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആഴത്തിൽ അറിയാം. This is not our greatness or our power that we are standing here. It is your greatness, it is your power that we are reflecting back to you. ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ മഹത്വമല്ല, ഞങ്ങളുടെ ശക്തിയല്ല, ഇത് നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ശക്തിയും മഹത്വവും പ്രതിഫലിപ്പിച്ച് നിങ്ങളിലേക്ക് തരികയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്യുന്നത്. But what are we seeing in our country? What kind of politics are we seeing today? For the last 10 years, what is it that we have all witnessed? പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ എന്തിനാണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്? We have witnessed complete disrespect for the people of India. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് പൂർണ്ണമായ ബഹുമാനമില്ലാത്ത ഒരു അവസ്ഥയാണ്. All the policies that the BJP government, Modi ji's government are making are being made for the benefit of his 5 or 6 big businessmen friends. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എല്ലാ നയങ്ങളും അദ്ദേഹത്തിന്റെ 5 or 6 ബിസിനസ്സുകാരായ വ്യവസായികളായ സുഹൃത്തുക്കളുടെ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ 5 or 6 ബിസിനസ്സുകാരുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. Policies are not made to benefit you. നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയല്ല,
സോറി മാം, നിങ്ങൾക്ക് വേണ്ടി അല്ല ഈ